സന്തോഷ സന്താപ സമ്മിശ്രമാണ് നമ്മളുടെ ജീവിതം. പല സന്ദർഭങ്ങളിലും സന്തോഷങ്ങളുണ്ടാവാം, ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളുണ്ടാവാം. പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഈ ലോകത്ത് സാധ്യമല്ല. കാരണം അല്ലാഹുവിൻ്റെ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞൊരു വാക്കുണ്ട്, ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നമ്മളുടെ മനസ്സ് പതറാതിരിക്കാൻ, നമുക്ക് നല്ല മനക്കരുത്ത് ലഭിക്കാൻ, ടെൻഷനിൽ നിന്ന് ഒരാശ്വാസം നമുക്ക് കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ ദീൻ കുറച്ച് പരിഹാര മാർഗങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ പല രൂപത്തിലുള്ള മനപ്രയാസങ്ങളുമായി ഇരിക്കുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. ശാരീരിക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടാവാം, മക്കളുടെ വിഷയത്തിലും കുടുംബത്തിൻ്റെ വിഷയത്തിലും പരീക്ഷിക്കപ്പെടുന്നവരുണ്ടാവാം, സാമ്പത്തികമായ മേഖലയിൽ ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ടാവാം. ഓരോ പ്രയാസങ്ങളെ കൊണ്ട് നമ്മളുടെ മനസ്സ് പതറുന്ന സന്ദർഭങ്ങളിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധ്യമാവുന്ന കൃത്യമായ ഈമാനിൻ്റെ ബോധം നമുക്ക് നൽകുന്ന കുറച്ച് അധ്യാപനം മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഖുർആനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ പല ആയത്തുകളിലും പൂർവിക പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ പറയുമ്പോൾ, ഉദാഹരണങ്ങളെ പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ലഇബറത്ത്, അതിൽ അല്ലാഹു തആല നല്ല ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് വെച്ചു തന്നിട്ടുണ്ടെന്ന്. ആ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നുപോയി അതിൻ്റെ ഗുണപാഠങ്ങളിലൂടെ സഞ്ചരിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ കൂടെ കടന്നു വരുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. അതിൽ ഏറ്റവും ആദ്യം നമ്മളിലൂടെ കൊണ്ടുവരേണ്ട സംഭവം, അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾ പരിശോധിപ്പിക്കുമ്പോൾ കാണാം, ഈമാനാണ്, തവക്കുലാണ്. അള്ളാഹുവിലുള്ള കൃത്യമായൊരു ബോധ്യം, ഈമാൻ, വിശ്വാസം നമ്മളിലൂടെ കടന്നു വരണം. ആ വിശ്വാസമാണ് അള്ളാഹുവിലൂടെ തവക്കുലാക്കാനുള്ള പ്രചോദനം നമുക്ക് വേണ്ടി നൽകുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം ഈമാനുള്ള ആളുകൾക്ക് മാത്രമാണ് സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും നമ്മുടെ ഏറ്റവും സമാധാനത്തിൽ നമ്മൾ നേതാവായി നമ്മൾ കാണുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകമൊത്തം ആ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ, ആ പ്രവാചകനെ വിമർശിക്കുന്ന ആളുകൾ പോലും അറിയാതെ പ്രവാചകന്റെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിമിഷത്തിൽ ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലാത്ത നിമിഷങ്ങളില്ല, സെക്കൻഡുകളില്ല, വാഴ്ത്തപ്പെടാത്ത സമയങ്ങളില്ല. ഇനി നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കി, എന്ത് സമാധാനമാണ് ഒരു മനുഷ്യ ജീവിതത്തിലൂടെ പ്രവാചക ജീവിതത്തിലുണ്ട് നമുക്ക് പറയാൻ കഴിയാം. ജനിച്ചതേ ഒരു യത്തീമായിട്ടാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളരുന്നത് ഒരു യത്തീമായിട്ടാണ്. ആരൊക്കെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടോ അവിടുന്ന് വെല്ലിപ്പ മരിച്ചു, വാപ്പ മരിക്കണു, ജനിച്ചു കഴിഞ്ഞ് സംരക്ഷണ ചുമതല ഏറ്റെടുത്ത വെല്ലിപ്പ മരിക്കുന്നു, മൂത്താപ്പ മരണപ്പെടുന്നു, സ്വന്തം മാതാവ് പോലും മരണപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. സാമ്പത്തികമായി പ്രവാചകന്റെ ജീവിതത്തിനടുത്ത് പരിശോധിച്ചാൽ 63 വർഷക്കാലത്തെ ജീവിതങ്ങളിൽ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ച് വിട പറയുന്ന വഫാത്തിന്റെ കിടക്കയിൽ പോലും വയറ് നിറച്ച് ഒരു നേരം പോലും ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മളുടെ പട്ടിണിയും നമ്മളുടെ വിഷമങ്ങളും നമ്മൾ പലപ്പോഴും സഹിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ മക്കളോ നമ്മളുടെ ഭാര്യമാരോ ഒരു കാര്യം ആവശ്യപ്പെട്ടത് കൊടുക്കാൻ കഴിയാതെ വന്നിരുന്നാൽ നമ്മളുടെ മനസ്സ് പതറും. നമ്മളുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, പ്രവാചകന്റെ കൂടെ ജീവിച്ച് 3 മാസങ്ങളോളം ഇരുട്ടത്ത് ഞങ്ങൾ തപ്പി നടന്നു എന്നാൽ. സഹാബത്ത് ചോദിക്കുന്നു, ഉമ്മ, ഒരു വിളക്കെങ്കിലും നിങ്ങൾക്ക് കത്തിച്ചു വെക്കാമായിരുന്നില്ലേ? ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, കരളിന്റെ കഷ്ണമായ മക്കൾ ഓരോന്നായി വിട പറയുമ്പോൾ സങ്കടം വരൂലേ നമുക്ക്? അവിടുത്തെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെടാൻ, ഖാസിം മരണപ്പെടാൻ, ഖാസിമും അബ്ദുള്ളയും മരിച്ചിട്ട് അവസാനമാണ് മാരിയത്തുൽ ഖിബ്തിയയിലൂടെ ഉണ്ടായിരുന്ന അവസാനത്തെ ആൺതരി ഇബ്രാഹിം ലോകത്തോട് വിട പറയുമ്പോ, ഇന്ന ബിമൗതിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം, പൊന്നുമോനെ ഇബ്രാഹിം, നിന്റെ മരണത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ എൻ്റെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും ഞാൻ പറയില്ല. യാദൃശ്ചികത പോലെ ഗ്രഹണമുണ്ടാകുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, പ്രവാചകപുത്രന്റെ മരണത്തിൽ പ്രകൃതിയിലെ അനുശോചനമാണ്. നേരെ മിമ്പറിലേക്ക് ഓടിക്കയറി പറഞ്ഞു, ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ല, സൂര്യനും ചന്ദ്രനും അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്. ആരുടെയും ജനനമായിട്ടോ മരണമായിട്ടോ അതിനൊരു ബന്ധമില്ല. എനിക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റിയ ഒരു അവസരം പോലും കണ്ടിട്ടില്ല. തങ്ങളുടെ മോനെ മരിച്ചേക്കണേ, അതുകൊണ്ടാണ് ഗ്രഹണം ഉണ്ടായത്. നല്ലൊരു പ്രൗഢി പറയാലോ. അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചതുകൊണ്ടല്ല, അത് അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്, അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സമുദായത്തിനോട് തിരുത്തിക്കൊടുത്ത ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാ ശബ് അബൂ താലിബ് താഴ്വരയിൽ മൃഗങ്ങളെപ്പോലെ ഉപരോധിക്കപ്പെടുന്ന സാഹചര്യം. വിവാഹം കഴിഞ്ഞുള്ള സമയ, ഖദീജ റളിയല്ലാഹു അൻഹ ഭാര്യയായിട്ടുള്ള സമയമാണ്. കൂടെയുണ്ടായിരുന്ന സഹാബ പോലും പച്ചില തന്ന് അവൻ മൃഗങ്ങളെ പോലെ കാഷ്ടിക്കുന്ന സാഹചര്യം.
ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും കുതിർത്തിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് അവർ സംസാരിച്ചു പോയ സാഹചര്യം, വയറിന്റെ മേലെ കല്ല് വെച്ച് കെട്ടി അഹ്സാബിന്റെ രണഭൂമിയില് പോരാടിയ സാഹചര്യങ്ങൾ. എന്നിട്ട് പോലും അല്ലാഹ് സമാധാനിപ്പിച്ച ജീവിതത്തിൽ പറയേണ്ട വാക്കുണ്ട്, അലം യജ്ദിക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. അല്ലാഹുവിനെ പറ്റി ഈമാനുള്ളവൻ എങ്ങനെ സംസാരിക്കണ്ടേ? എന്നെ യതീമാക്കിയില്ലേ എന്നല്ല നബിയെ സംസാരിക്കേണ്ടത്. അലം യജ്ദിക യതീമൻ ഫആവാ, അനാഥനായപ്പോ അഭയം തന്നില്ലേ മുഹമ്മദേ? അനാഥനാക്കിയെന്നല്ല ഇനി അല്ലാഹുവിനോട് പറയണ്ടേ, അനാഥനാക്കിയപ്പോ അഭയം തന്നില്ലേ മുഹമ്മദേ? വവജദക ളാല്ലൻ ഫഹദാ, വഴിയറിയാത്തവനായി കണ്ടപ്പോ നിനക്ക് യഥാർത്ഥമായ ദിശാബോധം തന്നില്ലേ? വവജദക ആയിലൻ ഫഅഗ്നാ, സമ്പത്തിന് വളരെ ആവശ്യമുള്ളവനായപ്പോ ഐശ്വര്യവാനാക്കി തന്നില്ലേ? എന്ത് ഐശ്വര്യം കിട്ടിയെന്ന്? മരിക്കോളം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്തതോ? പക്ഷേ അല്ലാഹ് പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ വർച്ചമാനല്ല പറയേണ്ടത്, ഐശ്വര്യം തന്നില്ലേ? ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദിസ്, ആകയാൽ അല്ലാഹു തന്ന ഐശ്വര്യങ്ങളെ കൊണ്ട്, നിഅമത്തിനെ കൊണ്ട് മാത്രമേ താങ്കൾ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഖുർആൻ. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയ സമാധാനം, ഒരു മോട്ടിവേഷൻ എവിടെ നിന്നാ നമുക്ക് ലഭിക്കാനുള്ളേ? അതുകൊണ്ട് ഈമാന് പ്രമാണത്തിന്റെ മാർഗത്തിൽ സജ്ജമാക്കി വെച്ചേ, ആ ഈമാനുള്ളടുത്താണ് പരിഹാരമുള്ളത്. അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണിൽ നിന്നാവട്ടെ പെണ്ണിൽ നിന്നാവട്ടെ ആര് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ, വഹുവ മുഅ്മിൻ, വിശ്വാസിയായ അവസ്ഥകളിലൂടെ സൽക്രമങ്ങൾ ചെയ്യുന്നുവോ. അമലു സാലിഹാത്ത് ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവണം? മുഅ്മിനായ അവസ്ഥയിലൂടെ ജീവിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് അല്ലാഹു തആല നല്ലൊരു ജീവിതം കൊടുക്കുന്നതാണ്. അപ്പൊ ഈമാനെ സജ്ജമാക്കി വെക്കുന്ന ഒരു തീരുമാനം എടുക്കുക, ഈമാനെ സജ്ജമാക്കുക, അല്ലാഹ് സമാധാനം നൽകും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമുക്ക് എത്ര ആളുകളാണ് പ്രതിസന്ധികളിൽ ഈമാന് കൈമുതലായ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അവർ അല്ലാഹു തആല സമാധാനം കൊടുച്ചില്ലേ? ഖുർആന്റെ ചരിത്രങ്ങളിൽ നിന്നെടുക്ക മുന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, കിലോമീറ്ററുകൾ ഉയരങ്ങളിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ പോലും ചിറക് കരിഞ്ഞ് വീഴുമാറ് ചൂടുള്ള നെമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ. 2-3 പോയിന്റ് അവിടെ ചിന്തിക്കണം കേട്ടോ. ഒന്ന്, നമ്മളൊക്കെ പറയും, ചങ്ങരംകുളത്തുകാരൊക്കെ പറയും, ഞാന് തെങ്ങില് ഇനിയിപ്പോൾ ആളുകളൊക്കെ എന്തായാലും എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരുണ്ടാവും, നമുക്കൊരു പ്രതീക്ഷയാണ്. നരണിപ്പുഴക്കാർ പറയും, നന്നമുക്കാർ പറയും, എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലേ? പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആ നാട്ടുകാർ നമ്മൾ അങ്ങോട്ട് കൈവിട്ടാലോ മനസ്സ് പതറില്ലേ? നമ്മളെ കൊല്ലാൻ വേണ്ടി നാട്ടുകാരൊക്കെ കൂടെ പണം സ്വരൂപിക്കുന്നു കണ്ടാലോ, നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരാളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പെട്ടിയിൽ പൈസ നിക്ഷേപിക്കുക. അപ്പൊ നമ്മൾ എത്ര മോശക്കാരനായി ഈ നാട്ടിൽ, ഇല്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കൊല്ലാൻ നമ്രൂദ് തീക്കുണ്ടാരം ഒരുക്കുമ്പോ ആ തീക്കുണ്ടാരത്തിലെ ഓരോ വിറകും കൊണ്ടുപോയിട്ടത് നാട്ടുകാർ, അത് നിസ്സാരല്ല. ഇബ്രാഹിമിനെ കൊല്ലാനുള്ള നേർച്ചയാണ് ഓരോ വിറക് കൊള്ളികളും. നാടൊരുങ്ങി, തീക്കുണ്ടാരം ഒരുങ്ങി, ഇബ്രാഹിം നബിയുടെ കൂടെ ആരുമില്ല, എറിയുന്നവന് പോലും അതിന്റെ അടുത്തേക്ക് എടുക്കാൻ കഴിയണില്ല. തെറ്റാലി പോലെ ആയുധം ഉപയോഗിച്ച് ഇബ്രാഹിം നബി അതിലേക്ക് എറിയുമ്പോ അവിടെ ആരാരുമില്ലാത്തിടത്തും പടച്ചോനുണ്ടെന്ന ഈമാനും തവക്കലും പറഞ്ഞില്ല, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെന്റെ പടച്ചോണ്ട്, എനിക്കെന്റെ അള്ളണ്ട്. നോക്കി അള്ളാഹ് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, എത്തിയ ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയുമാകണമെന്ന് അള്ളാന്റെ വാക്ക്. തണുപ്പാകണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തീയിനെ മുഴുവൻ അണച്ചു കളയാനുള്ള തണുപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് പ്രതികൂലമായേക്കാം. ആ തണുപ്പ് പോലും എന്റെ ഇബ്രാഹിമിന് രക്ഷയാക്കണേ എന്ന് പറഞ്ഞ അല്ലാഹ് മനുഷ്യന്റെ സകലമാന കഴിവുകളും അസ്തമിക്കുമ്പോ അവിടെ സഹായിക്കാൻ റബ്ബുണ്ട്, അല്ലുണ്ട്. ആ ഒരു ഈമാൻ, ആ ഒരു തവക്കുല്, ഇതിനപ്പുറം എന്ത് സമാധാനം വേണ്ട പ്രിയമുള്ളവരെ? ഏത് സമാധാനം വേണ്ടേ? ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജർ പുരാതനമായ ഹിജാസിന്റെ മക്ക എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ മണൽത്തരികളെന്ന് ആലങ്കാരിക ഭാഷാ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ പാറ നിബിഡമാണ് മക്ക. ജലമില്ല, ആൾതാമസമില്ല, ഫലഭൂവിഷ്ഠതയില്ല. അല്ലാഹ് പറഞ്ഞിട്ടാണോ? അല്ലാഹ് പറഞ്ഞിട്ടാണോ? എങ്കിൽ ആ പടച്ചോന്റെ കാവലുണ്ടാകും. നീ പൊയ്ക്കൊള്ളുക ഇബ്രാഹിം. ഇന്ന് ഒരു ഭാര്യ റബ്ബിലൂടെ തവക്കുലാക്കുന്നുവെങ്കിൽ ആ പടച്ചോനല്ലേ ഇസ്മായിലിന്റെ കാലടികൾക്ക് നിന്ന് ഇന്നും ഉറവ പറ്റാത്ത സംസമിനെ കൊടുത്ത അല്ലാഹ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലേ? ഇസ്രായേൽ സമുദായം അവരെ രക്ഷപ്പെടുത്താൻ നിന്ന മൂസ അലൈഹിസ്സലാം രാത്രി ഇരുട്ടിന്റെ മറവില് ഈജിപ്തിന്റെ മണ്ണ് രക്ഷപ്പെടുമ്പോ കൊല്ലാൻ വേണ്ടി വന്ന ഫിർഔനും പരിവാരങ്ങളും പിന്നിലാണ്, മുന്നിൽ ചെങ്കടലാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. കൂടെയുള്ളവര് പോലും നീ ഞങ്ങൾക്കിട്ട് പണിതൂലേ എന്ന് ഇസ്രായേൽ ജനത നന്ദികേടിന്റെ വാക്ക് പറഞ്ഞു മൂസാ നബിയോട്. അവരെ രക്ഷിക്കാനാണ് മൂസാ നബി കൂടെ നിന്നത്. എന്നിട്ട് പോലും അവര് പോലും പറഞ്ഞു, മൂസ നീ ഞങ്ങൾക്കിട്ട് പണിതതാണല്ലേ. നമ്മുടെ നാടൻ ഭാഷയില്
കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ. എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. ചെങ്കടലിനെ പിളർത്തിയെന്ന് മാത്രമല്ല, കടലിൽ പടർന്ന വെള്ളം നമുക്കറിയാം. ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് കോഴിക്കോട് കടലിറങ്ങിയത്. നമ്മൾ കണ്ട എന്താ? വെറും മണലാണ്, ചതുപ്പ് പോലെ കിടക്കാൻ, കാല് വെച്ച താന്നു പോകും. പക്ഷേ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഫുഡ് ബാത്താക്കി ഉണക്കിയിട്ട് മൂസ അലൈഹിസ്സലാമിനെ നിമിഷ നേരം കൊണ്ട് മറുകര പറ്റിക്കാൻ അള്ളാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറബില്ലേ നമുക്ക് അല്ലേ? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സൗര ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോ ഗുഹക്ക് മുകളിൽ ശത്രുക്കളുടെ കാൽപാദങ്ങളെ കാണുമ്പോൾ താഴേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണൂല്ലേ നബിയെ? മുസ്നബി പറഞ്ഞു, രണ്ടല്ല അബൂബക്കറെ, മൂന്നാമതായിട്ട് പഠിച്ചുകൊണ്ട് ഉണ്ട്. ആ ഒരു ഈമാൻ നമ്മളിൽ ഉണ്ടാകുമ്പോ പ്രിയമുള്ളവരെ, ഏതു വലിയ പ്രതിസന്ധികളെയും മാറ്റിത്തരാൻ കഴിവുള്ള പടച്ചോനല്ലേ. കൃത്യമായ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ, ആ തവക്കുലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് പിന്നെ എവിടെയാ നമുക്ക് ടെൻഷൻ അടിക്കുക? ആരെതിരെ വന്നാലും എൻ്റെ പടച്ചോൻ എനിക്കെതിരാവല്ലേ എന്ന ഒരൊറ്റ നീയത്തിലും ഒരൊറ്റ പ്രതീക്ഷയിലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ തരണം ചെയ്യും നമ്മൾ. അതൊക്കെ കടന്നു പോകും നമ്മൾ. ഏത് എതിരാളികളുടെ മനസ്സിനെയും ലോലമാക്കി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. എത്ര വലിയ പ്രതിസന്ധികളും മാറ്റിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയും. അതുകൊണ്ട് എനിക്ക് ഹുവ മൗലാന, എൻ്റെ യജമാനൻ അവനാണ്, എൻ്റെ രക്ഷാധികാരി അവനാണ്. വഅലൈഹി തവക്കൽനാ, ആ റബ്ബിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്, തവക്കുലാക്കിയിട്ടുള്ളത്. ആ ഈമാൻ നമുക്ക് ഏറ്റവും വലിയ സമാധാനമാണ് പ്രിയമുള്ളവരെ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് സമാധാനം നൽകുന്നത് അള്ളാന്റെ സ്മരണയാണ്. ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണകളാണ് പ്രിയമുള്ളവരെ. എല്ലാ ടെൻഷനും അവിടെ മാറ്റിത്തരും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാന്റെ ദിക്റുകളാണ്, അള്ളാന്റെ വചനങ്ങളാണ്, അള്ളാന്റെ സ്മരണയാ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതെന്നല്ലാ. ആ ദിക്റുകൾ സമാധാനം നൽകുമെന്നാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മറ്റൊരു സഹാബിയും കൂടെ യുദ്ധത്തിന്റെ രണഭൂമിയിൽ കാവൽ നിൽക്കുമ്പോൾ അവരെ തേടി വന്ന ശത്രു, ഇവര് രാത്രിയിൽ എല്ലാവരും ഉറങ്ങും, അറ്റാക്ക് ചെയ്യാമെന്ന് കരുതിയപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നു, ഒരാൾ കാവൽപടനായി നിന്ന്, ഒരാൾ നിസ്കരിക്കുന്നു, ഒരാൾ വിശ്രമിക്കുന്നു. 3 തവണ അമ്പ് ശരീരത്തിൽ തറക്കുമ്പോഴത് പൊട്ടിച്ചിട്ടുണ്ട്. നിസ്കാരം അവസാനിപ്പിക്കാതെ തുടരാൻ കഴിഞ്ഞത് കുന്തു ഫി സൂറ, ഞാനൊരു ആയത്തിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കും, ഒരു അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ. അതിനെ നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വേദനക്കാരും അവിടെ സമാധാനം അള്ളാന്റെ ആയത്തുകൾ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. കൽബിന്റെ ഉള്ളിലെ തിര തള്ളുമ്പോ, കാറ്റും കോളും വരുമ്പോ, ഹൃദയം വല്ലാതെ അലയടിക്കുമ്പോ സമാധാനം നൽകും അള്ളാന്റെ വചനങ്ങള്, അള്ളാന്റെ ദിക്റുകള്. വലിയ വലിയ സമാധാനം ഉണ്ടാകും. അതല്ല നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ദിക്റല്ലാത്ത, സ്മരണയല്ലാത്ത മറ്റൊരു വഴികളാണ് സമാധാനം നൽകുന്നത്. അള്ളാന്റെ ദിക്ർ കൊണ്ട് വിട്ടുപോകുന്ന ഒരു സാഹചര്യം വന്നാൽ, അള്ളാഹുവിന്റെ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 124-ാമത്തെ ആയത്ത് അല്ലാഹു പറയാ, ഇടുങ്ങിയ ജീവിതമായിരിക്കും അള്ളാഹുവിന് കൊടുക്കുകയാണ്. അള്ളാന്റെ ദിക്ർ കൊണ്ടല്ലാതെ പ്രിയമുള്ളവരെ അവിടെ പരിഹാരങ്ങളില്ല. സമാധാനം നൽകിയ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ദിക്ർ കൈവിട്ടില്ല. ദിക്ർ കൈവിട്ടില്ല. ആകാശത്തിന്റെ അന്ധകാരങ്ങൾക്ക് കീഴെ, ബഹറലുകളുടെ അന്ധകാരങ്ങൾക്ക് താഴെ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന മഹാനായ യൂനുസ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് നെഞ്ചുപൊട്ടി പറയുമ്പോ അതിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീയല്ലാതെ യാതൊരു ആരാധനമില്ല. അല്ലാഹ് സുബ്ഹാനക, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നുണ്ട് റബ്ബേ. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമിയായി പോയല്ലോ അല്ലാഹ്, പാപം ചെയ്തവനായി പോയല്ലോ അല്ലാഹ്. യൂനുസ് നബി ചെയ്ത തെറ്റെന്താ? ഒരു നാട്ടിലെ പ്രബോധനത്തിന് ചെല്ലാൻ പറഞ്ഞു. പ്രബോധനത്തിന് പോയി. ആ നാട്ടുകാരോട് പറഞ്ഞു. അവർ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു. അദ്ദേഹം അവിടെ നിന്ന് പോന്നു. വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഭാഷയിൽ. പക്ഷെ അദ്ദേഹം അവിടെ തന്നെ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ അർശിനെ വലയം ചെയ്യുമാറ് ആ പ്രാർത്ഥന എന്റെ യൂനുസിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബിൽ അറാഹ്, പാഴ്ഭൂമിയിൽ അദ്ദേഹത്തെ ഞാൻ കൊണ്ടുപോയി തള്ളുമായിരുന്നു. ദിക്റാണ്, ആ ദിക്റുകളാണ് പ്രിയമുള്ളവരെ അല്ലാഹു തആല സമാധാനം നൽകുന്നേ. ഏത് പ്രതിസന്ധികളിലും പല ദിക്റുകളും പ്രാർത്ഥനകളായി നമ്മളൊക്കെ മനസ്സിനെ അലട്ടുന്ന പല വേദനയിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം കടന്നു വരുമ്പോൾ പള്ളിയുടെ ഓരത്തൊരു സഹാബി, നിനക്കെന്താ പ്രശ്നം? ഒരുപാട് മനപ്രയാസങ്ങളുണ്ട് നബിയെ.
ഒരുപാട് മനോവിഷമങ്ങൾ കടന്നു വന്നിട്ടുണ്ട് നബിയെ. അതുപോലെ തന്നെ സാമ്പത്തികമായ കടങ്ങളും എന്നെ അതിജീവിച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ജീവിതം പറയണേ. സങ്കടപ്പെടുമ്പോൾ നമ്മളൊക്കെ ആശ്രയിക്കണ പോലെ അള്ളാന്റെ പള്ളിയെ എങ്ങനെ ആശ്രയിച്ചെന്നപ്പോൾ മുത്തുനബി പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും നിനക്ക് ഞാൻ ഒരു ദിക്ർ പറഞ്ഞുതരാം, അത് ശരിയാക്കി തരുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ സംഭവിക്കും. പഞ്ഞിമുട്ടായി വായിലിട്ടതുപോലെ അലിയിച്ചു കളയാൻ കഴിവുള്ള റബ്ബിനോട് അവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. നമ്മൾ ഒരുപക്ഷെ ഹദീസുകളിലെ പ്രാർത്ഥനകളൊക്കെ പഠിക്കുമ്പോൾ ഹമ്മ്, ഹസന്, ഉമ്മ് ഒക്കെ പഠിക്കലുണ്ട്. ഒന്ന് കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ സങ്കടങ്ങളാണ്, ഒന്ന് വർത്തമാനകാലത്തിൽ നമ്മളെ പേറിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങളാണ്, ഒന്ന് വരാനിരിക്കുന്നത് ആലോചിച്ചുള്ള ഡിപ്രഷനാണ്, പലതും വരാനിരിക്കുന്നത് ആലോചിച്ചുള്ള വിഷമങ്ങളാണ്. ഇതിനൊക്കെ കാവൽ ചോദിക്കാൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അശക്തമാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് റബ്ബേ നിന്നോട് കാവൽ ചോദിക്കുന്നുണ്ടല്ലോ. മടി വരുന്ന സന്ദർഭങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ടല്ലോ. ഒന്നിനും അശക്തമാകുന്ന മനുഷ്യന്റെ സാഹചര്യങ്ങള് ഒരുപക്ഷെ അവന്റെ മനസ്സ് കീഴടങ്ങുമ്പോ മടി അവന്റെ കൂടെ പിറപ്പായി കടന്നു വരുമ്പോ അല്ലാ നിന്നീന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഉലബത്തി ദീനി വഖഹിരി റിജാൽ. പിശുക്ക് വരുന്നതിൽ നിന്ന് റബ്ബേ, ഇറങ്ങാനുള്ള മനസ്സിന്റെ ഭയം വരുന്നതിൽ നിന്നല്ലാ. എന്തിനോടൊരു ഭയം തോന്നുക? ഒന്നീക്ക് ഇറങ്ങാനുള്ള ഒരു മനസ്സ് വരണില്ല. ഇനി ഞാൻ ഇതിനേക്കാളും വലിയ അപകടങ്ങളിൽ പെട്ടുപോകുന്നുള്ള ഭയം. ആ സമയത്ത് അള്ളാഹിനോട് കാവലെ. കടങ്ങൾ വന്ന് എന്നെ അതിജയിക്കുന്നതിൽ നിന്ന്, ആളുകൾ എന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്ന്, മറ്റുള്ളവരിലുള്ള ബാധ്യതകൾ അവർ നമ്മുടെ മേലെ വന്ന് ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്ന്. ഇത് നീ രാവിലെ പ്രാർത്ഥിക്ക്, വൈകുന്നേരം പ്രാർത്ഥിക്ക്. അള്ളാഹു നിന്റെ വിഷമങ്ങളെ മാറ്റിത്തരും, അള്ളാഹു നിന്റെ കടങ്ങളെ വീട്ടിച്ചരും. ഈ ദിക്റുകള് പ്രിയമുള്ളവരെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹിനെ മറന്നിട്ടുള്ള ഒരു അവസ്ഥ കണ്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹ് 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 എന്നുള്ള ബോധം. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാണോ, വാഹനം ഡ്രൈവ് ചെയ്യാണോ, ചുണ്ടുകൾ ചലിക്കേണ്ടത്, നാവുകൾ തത്തിക്കളിക്കേണ്ടത് അള്ളാന്റെ ദിക്റുകളാണ്, അള്ളാന്റെ ദിക്റുകളാണ്. ഒരു ഓൺലൈൻ ദിക്ർ വാണിഭക്കാർക്കും വെച്ചു കൊടുക്കാനുള്ളതല്ല നമ്മളുടെ ജീവിതങ്ങളും നമ്മളുടെ ഈമാനും. അദ്കാർ സബാഹും അദ്കാറുൽ മസാവും നൂറെ ഹബീബും അറിവിന്നിലാഹും പലതും കടന്നു വരും സമൂഹത്തിന്റെ മുമ്പിൽ. ഈമാന് പോക്കറ്റ് അടിക്കാൻ ഞങ്ങൾ ദിക്ർ ചൊല്ലിപ്പാൽ നിങ്ങളെ കൊണ്ട് അല്ലാട്ടോ. നാവ് ദിക്റിനെ കൊണ്ട് തത്തിക്കളിക്കാൻ വിശ്രമമില്ല. എണ്ണം പറഞ്ഞതെങ്ങനെ? നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു. അതെണ്ണം പറഞ്ഞതെങ്ങനെ? ഉറങ്ങാൻ കിടക്കുമ്പോ എണ്ണം പറഞ്ഞതെങ്ങനെ? രാവിലെ 100, വൈകുന്നേരം 100 എന്ന് എണ്ണം പറഞ്ഞതെങ്ങനെ? എണ്ണം പറയാത്തിടത്ത് അല്ലാഹ്ക്ക് കണക്ക് പിഴക്കൂല കേട്ടോ. ധാരാളം ധാരാളം ദിക്റുകളായി ആളുകളെ കാണിക്കാൻ വേണ്ടി എണ്ണമടിച്ച ആളുകളുടെ ഇടയിൽ നടക്കണ്ട. അല്ലാഹ്ക്ക് എണ്ണം പിഴക്കൂല. അതുകൊണ്ട് ധാരാളമായി ദിക്റുകൾ ഉണ്ടാവട്ടെ ജീവിതത്തില്. സമാധാനം കൊടുത്തില്ലേ മുത്തുനബി? ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്ന് പ്രവാചകൻ അന്വേഷിച്ച് അള്ളാന്റെ ഹബീബ് വീട്ടിലില്ല. മോള് സങ്കടം പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പണിയെടുത്ത് കയ്യിലെ തഴമ്പ് വീണിട്ടുണ്ട്, വെള്ളം കൊണ്ടുവന്ന് അടയാളം വീണിട്ടുണ്ട്. ചങ്ങരംകുളത്തുകാരെ ആറ്റുനോറ്റ് കിട്ടിയ മോളെ ഒരു പുതുമണവാളന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? രക്ഷാധികാരത്തിന്റെ കൈമാറ്റം നടത്തുമോ? എന്റെ കയ്യിൽ എന്റെ മകള് കണ്ണ് നിറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ ചങ്ക് പടച്ച് പോറ്റി വളർത്തിയ മകളെ അവനോട് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ മകളെ കണ്ണ് നിറയാതെ സൂക്ഷിക്കണേ. അറിയാതെ പറഞ്ഞൊരു സത്യമുണ്ടായിരുന്നു. അഥവാ നിനക്ക് പോറ്റാൻ കഴിയാത്ത കാലമെന്നാൽ അവളെ നീ ഉപദ്രവിക്കല്ലേ, അവളെ നീ പ്രയാസപ്പെടുത്തല്ലേ, എന്റെ മോളെ എന്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചേക്ക് എന്ന് പറയുന്നൊരു മനസ്സുണ്ടായിരുന്നു വാപ്പാക്ക്. ആ മോള് വാപ്പാന്റെ അടുക്ക് തിരിച്ചു വരാ. ഭർത്താവിന്റെ വീട്ടിൽ പണിയെടുത്ത് കയ്യിൽ തഴമ്പ് പൊട്ടി, ഷോൾഡറിൽ അടയാളം വീണു, വെള്ളം കൊണ്ടുവന്ന് അടയാറുണ്ട്. നമ്മളൊരു വാപ്പ എന്താ പറയാ? ഇതിന് തീരുമാനം ഉണ്ടാക്കി എന്റെ മോള് പോയാൽ മതിയെന്നോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നു. ഭാര്യമാര് പറഞ്ഞു, മോള് വന്ന് ഇങ്ങനെ വിഷമം പറഞ്ഞിട്ടുണ്ട്. അവരുറങ്ങാൻ കിടക്കുമ്പോ പ്രവാചകൻ കടന്നു ചെന്നു. 2 മക്കളുടെ ഈ നടുവിൽ കാലിന്റെ വെള്ള കാണുമാറ് കാല് മടക്കിയിരുന്നു ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിച്ചു, മോളെ എന്താ നിന്റെ പ്രശ്നം? ഒരു ജോലിക്കാരിയാണോ? അതിനേക്കാൾ നല്ലത് എന്റെ വാപ്പ പറഞ്ഞു തരട്ടെ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം എന്റെ മകള് പറയലാണ്, എന്റെ മോള് ചൊല്ലലാണ്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. നിസ്കാരം കഴിഞ്ഞൊക്കെ 33. ഉറങ്ങാൻ കിടക്കുമ്പോ അല്ലാഹു അക്ബർ 34. നിനക്കറിയോ, റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞു. ഫാത്തിമ ബീവി അധികം കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയായി ഭരണം നടത്തുമ്പോൾ
സഫറൊന്നിന് സിഫീനിൽ വെച്ച് മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സഹാബത്ത് ഈ ദിക്റിനെ പറ്റി അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ചൊല്ലാറുണ്ടാവും? അന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് പോലും ഞാനത് വിട്ടിട്ടില്ല എന്നാൽ. അള്ളാന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചത് മുതൽ ഇന്ന് പോലും ഞാനത് വിട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദിക്റുകൾ ഉണ്ടാവുക ജീവിതത്തിലെ. അള്ളാഹു രക്ഷിക്കും, അള്ളാഹു രക്ഷിക്കും. അതുകൊണ്ടല്ലേ യൂനുസ് നബിയുടെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഫസ്തജബനാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, വനജയ്നാഹു മിനൽ അമ്മി, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറയാണ്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത് യൂനുസിന് ബാധകമായ ആയത്തല്ല, യൂനുസിന് മാത്രമുള്ള ആയത്തല്ല. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഖിയാമത്ത് നാൾ വരെ ആയത്തോതുന്നവരെ മുഅ്മിനീങ്ങളെ അല്ലാഹു രക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലാഹു രക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ദിക്റുകളാണ്. മൂന്നാമത്തെ ഒരു വിഷയം ദുആയാണ്, പ്രാർത്ഥനകൾ ഉണ്ടാവുക. ഏത് വലിയ ഡിപ്രഷനിലും, ഏത് വലിയ ടെൻഷനിലും, ഏത് വലിയ മനപ്രയാസത്തിലും പ്രാർത്ഥനകൾ ഉണ്ടാവുക. പ്രതീക്ഷയുടെ കവാടങ്ങളാണ്, പ്രതീക്ഷയുടെ കവാടങ്ങളാണ്. ആ കമാനങ്ങൾ അടക്കപ്പെടില്ല പ്രിയമുള്ളവരെ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നല്ല പ്രയാസമുണ്ട്. ഞാൻ ഒരാളോട് പോയി സങ്കടം പറഞ്ഞു. അദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞൊക്കെ കേട്ടിരിക്കും. കേൾക്കാനൊരു നല്ലൊരാളുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു സമാധാനം. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ പോലും ഒരു ഭർത്താവിൻ്റെ ശ്രോതാവായി അവൻ്റെ സഹധർമ്മിണിയെയും സഹധർമ്മിണിയുടെ ശ്രോതാവായി ഭർത്താവിനെയും അന്ന് നിശ്ചയിച്ചത് അവർ തമ്മിൽ പറയാനും കേൾക്കാനുമാണ്. മനുഷ്യൻ്റെ വലിയൊരു സമാധാനം. നിങ്ങൾ ആലോചിച്ചൊക്കെ പൊതു സമൂഹത്തോടുള്ള ഒരാളോട് വേണ്ട, നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് തന്നെ ഒരിക്കൽ പോയി നമ്മളുടെ വിഷമം പറഞ്ഞു. അതേ വിഷമം രണ്ടാമത് പറഞ്ഞു, മൂന്നാമത് പറഞ്ഞു. കുറേ ദിവസം ആ വിഷമം പറഞ്ഞാൽ ഭാര്യ പറയും, നിങ്ങൾക്ക് വേറൊന്നും പറയാല്ലേ. ഭാര്യക്ക് ആ വിഷയം കേട്ട് മടുച്ചു. നിങ്ങൾക്ക് ഒന്നു തന്നെയുള്ളൂ. ആളുകൾക്ക് അതിൽ കുറേ പറയുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹിനോട് നിങ്ങൾ എത്ര കൂട്ടി പറയുന്നു, അള്ളാഹിനോട് എത്ര നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു, അള്ളാഹുവിനോട് ആവർത്തിച്ച് എത്ര കേണ് പറയുന്നു. അള്ളാഹ്ക്ക് അത്രമേൽ ഇഷ്ടമാണ് നമ്മളെ, അള്ളാഹ്ക്ക് അത്രമേൽ താല്പര്യമാണ് നമ്മളെ. അള്ളാഹു കൈവിടില്ല കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥനകള് ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് അംബിയാഹിലെ 21 അധ്യായത്തിലെ 83-ാമത്തെ ആയത്തിൽ അയ്യൂബ് നബിയുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. ആ പ്രാർത്ഥന പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അദ്ദേഹത്തിന്റെ രോഗം മാറുന്ന നിമിഷത്തിലാണ് ആ പ്രാർത്ഥന. രോഗം തുടങ്ങിയ കാലം മുതൽ നമ്മളെപ്പോലുള്ള ലോക്കൽ മനുഷ്യനല്ല, ഒരു സാധാരണക്കാരനല്ല, ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്, ക്ഷമയുടെ പര്യായം എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. നിരന്തരം 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 അള്ളാഹിനോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മടിച്ചോ? അള്ളാഹ്ക്ക് ഇഷ്ടം കൂടിയല്ലേ ഉള്ളൂ അല്ലേ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കാകെ പ്രയാസം ബാധിച്ചിരിക്കുന്നു. അല്ലാഹ്, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനല്ലേ? അല്ലാഹ്, ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനല്ലേ? പ്രതീക്ഷ വിട്ടിട്ടില്ല. കുറേ കാലം നിന്നോട് പറഞ്ഞില്ലെന്നല്ല, ഹുസ്നുദ്ദന്നി ബില്ലാഹ്, അള്ളാഹിനെ പറ്റി നല്ല ഭാവന ഹൃദയത്തിൽ ഉണ്ടാവണം. എൻ്റെ പടച്ചോൻക്ക് നല്ലത് തരുള്ളൂ. അല്ല, ഈ പരീക്ഷണത്തിന്റെ അവസാനം എനിക്കൊരു തീരം കാണിച്ചു തരും, എനിക്കൊരു സമാധാനം തരും എന്ന പ്രതീക്ഷ ഉണ്ടാവും അള്ളാഹുവിനെ പറ്റിയിട്ട്. എന്നിട്ട് അള്ളാഹിനോട് ഖൈർ ചോദിക്കുക. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു താല മാറ്റിക്കൊടുച്ചില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ, പടച്ചോ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ സിഫത്തുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അള്ളാഹു ലജ്ജാശീലനാണ്. എന്താ ലജ്ജാശീലൻ എന്ന് പടച്ചോനെ പറ്റി പറയാനുള്ള കാരണം? കുറേ പടച്ചോനോട് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ അള്ളാഹ്ക്ക് ലജ്ജയാണ്. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ അള്ളാഹ്ക്ക് ലജ്ജയാണ്. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാരനാണ്. ചോദിക്കുമ്പോൾ കൊടുക്കാൻ സന്മനസ്സല്ല, കൊടുക്കാൻ മനസ്സല്ല, താല്പര്യമുള്ള കൊടുക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അവനിലുള്ള ദിക്റും അവനുള്ള പ്രാർത്ഥനയും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റൊക്കെ ഉണ്ടല്ലോ. മുത്തനബി പറഞ്ഞു അക്സിറു മിൻ ഖൗൽ, ധാരാളം. കാരണം എന്താ അറിയോ? നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടൂല. ഇല്ല ഇല്ല, അവിടെ കഴിവുള്ളവൻ ആരേ ഉള്ളൂ? അല്ലേ ഉള്ളൂ, അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവ, ഒരു ശക്തിയോ കഴിവോ അള്ളാഹിനെ കൊണ്ടില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഒരു വാക്ക് പറഞ്ഞ് അടുത്ത വാക്ക് പറയാൻ എൻ്റെ നാവ് ചലിപ്പിക്കാൻ എൻ്റെ കയ്യിൽ കൂവച്ചില്ല. എനിക്കതിനുള്ള കഴിവില്ല. ആ കഴിവ് അള്ളാഹിൻ്റെ കയ്യിലാണ്. ആ കഴിവുള്ള പടച്ചോനിൽ ഏൽപ്പിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. അതുപോലെ തന്നെ നാലാമതായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത്, നമ്മളൊക്കെ പലപ്പോഴും ടെൻഷൻ അടിക്കേണ്ടത്, എൻ്റെ കാര്യം മാത്രം എന്തെങ്ങനെ, ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ആയത്, എൻ്റെ കാര്യത്തിലും നല്ലപോലെ നടക്കണില്ലല്ലോ, മറ്റുള്ളവരൊക്കെ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ റിസ്ക് അള്ളാഹുവിൻ്റെ നിശ്ചയത്തിലാണ്. നമ്മളുടെ റിസ്ക് അള്ളാഹിൻ്റെ നിശ്ചയത്തിലാണ്. ഒരു കാലത്ത് പ്രതാപത്തോടെ ജീവിച്ച് ഒരു കാലത്ത് ഒന്നുമല്ലാത്തവനായി ഡമസ്കസ് കൊട്ടാരത്തിന്റെ രാജകുമാരനെ തെരുവിൽ ജീവിക്കേണ്ട സാഹചര്യത്തിലെത്തി. ആ തെരുവ് സാഹചര്യത്തിലും
ഒരു രോഗമല്ല കൊടുക്കാൻ. കുഷ്ഠരോഗമെന്ന് പറഞ്ഞ് പച്ചവെള്ളം പോലും ഇല്ലാതെ ആട്ടിയോടിക്കുമ്പോ കൂടെ നിൽക്കുന്നതാരാണ്? ഈജിപ്ത് കൊട്ടാരത്തിന്റെ രാജകുമാരി റഹ്മത്ത് എന്ന് പറയുന്ന വനിത അയ്യൂബ് നബിക്ക് കൂടെ നിൽക്കുമ്പോഴും. പ്രിയമുള്ളവരെ, ഇഷ്ടപ്പെട്ട നബിക്ക്, അള്ളാഹ്ക്ക് ഏറ്റവും താല്പര്യമുള്ള നബിക്ക് അള്ളാഹു തആല പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ കണക്കാണ്. എന്തിന് കണക്കാക്കി എന്നാണ്? ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ലോകത്ത് എന്റെ അടിമകൾക്കുള്ള പറുദീസ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് സന്തോഷം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സമാധാനം എന്തെന്നറിയോ? എന്റെ റിസ്ക് അള്ളാന്റെ കയ്യിലാണ്, നമ്മളുടെ ആരുടെയും കഴിവിലല്ല. അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അള്ളയാണ് റിസ്ക് നൽകുന്നവന്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവന്. അതുകൊണ്ട് അള്ളാന്റെ തീരുമാനത്തിൽ എനിക്ക് വിധിച്ചത് എന്താണോ അതെനിക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ തൃപ്തിപ്പെട്ടാൽ അൽഹംദുലില്ലാ. ഭക്ഷണത്തിന്റെ പേരിൽ അള്ളാന്റെ മുച്ചനബി സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയിലെ വിശപ്പ്. പുറത്തിറങ്ങുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറക്കില്ല, ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കില്ല. ഇവരെയും കൂട്ടി അൻസാരിയുടെ തോട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരു ഈത്തപ്പഴം പറിച്ചിട്ട് ഇവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ, അൻസാരിയായ സഹാബി ഈത്തപ്പഴം പറിച്ചു കൊടുത്തപ്പോൾ റസൂലാണ് ഇവരുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അബൂബക്കറെ, ഉമറെ, വിശന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് തന്ന ഈത്തപ്പഴമില്ലേ, അതിനെപ്പറ്റി നാളെ പടച്ചോൻ ചോദിക്കൂട്ടോ. അതുകൊണ്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ ചൊല്ലും, പടച്ചോൻ തരുന്നതിനെ തടുക്കാൻ ലോകത്തിന് ആര് വിചാരിച്ചാലും കഴിയില്ല. അള്ളാഹ് തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തരാനും കഴിയില്ല. അതുകൊണ്ട് അത് പടച്ചോൻ എനിക്ക് കണക്കാക്കിയതാണ്, അതിൽ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയാം. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്, നമുക്ക് സമാധാനം കിട്ടാൻ സത്യസന്ധതയിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഇന്നസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർ. നമുക്ക് നല്ല പരീക്ഷണങ്ങൾ വരാം ജീവിതത്തിൽ. ആ സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ ഒരു താൽക്കാലിക കളവുകൾ, താൽക്കാലിക സമാധാനങ്ങൾ തന്നേക്കാം. പക്ഷെ അതിൻ്റെ ദുരന്ത ഫലം പിന്നീട് അനുഭവിക്കും. നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളൊക്കെ നാടൻ വർത്താനത്ത് പറയാം, അതൊരു ഹലാലായ കളവ് എന്നുള്ള രൂപത്തിലാണ്. ഇല്ലട്ടോ, ആദ്യത്തിലെ കയ്പും ആദ്യത്തിലെ വേദനയും അല്ലാഹു തആല ഒരു നന്മയുടെ തീരം നമുക്ക് കാണിച്ചു തരുമെന്നുള്ളതാണ്. കാരണം അവിടെ നിങ്ങൾ ആലോചിച്ചു, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു തആല അനീതി കാണിക്കുന്നവരെ അവർക്ക് അല്ലാഹു സന്മാർഗം കൊടുക്കില്ല. അപ്പം അതുകൊണ്ട് സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഉലമാക്കൾ പറയാൻ, സമൂഹത്തോടുള്ള നീതികൾ നമ്മൾ നടപ്പാക്കണം. അല്ലാഹു നമുക്ക് സമാധാനം നൽകും. എന്താ സമൂഹത്തോടുള്ള നീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആലോചിച്ചൊക്കെ, നമ്മളുടെ ഉമ്മാനോട് നമുക്ക് കടമുണ്ട്, ബാപ്പാനോട് കടമുണ്ട്. നമ്മൾ പറയും, എനിക്ക് ബിസിനസ്സിൻ്റെ ഭയങ്കര തിരക്കാണ്, 2 മിനിറ്റ് 5 മിനിറ്റ് ഉമ്മാനെ വിളിച്ച് ഉമ്മങ്ങളുടെ രോഗവിവരം എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അവരോട് നമുക്ക് കാണിക്കേണ്ട ഒരു നീതിബോധമല്ലേ? ആൾ ഭയങ്കര ബിസിനസ്മാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഓടി ഭാര്യയോടുള്ള കടമ നമ്മൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് വീണ്ടും വിചാരം നടച്ചാൽ, എന്നിട്ട് അള്ളാഹിനോട് പശ്ചാത്തപിക്കാം. അതുപോലെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അവിടെയാണ് അള്ളാഹു നമുക്ക് സമാധാനം നൽകുന്നത് എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്ക്, നീതി നടപ്പാക്കണം കുടുംബത്തോട് നല്ലതാണ്. നീതിയുടെ വിപരീതം എന്താണ്? അനീതിയാണ്. അനീതി അള്ളാഹിൻ്റെ ഇഷ്ടം ഇല്ലാതാക്കുന്നതാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് കാര്യമുള്ളത്? അതുകൊണ്ടാണ് കുടുംബത്തോടുള്ള നീതി നമ്മൾ നടപ്പാക്കുക. നമ്മളുടെ ചുറ്റുമുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളോട്, ടെൻഷനുള്ള ആളുകളോടും അള്ളാഹിൻ്റെ ദീൻ നമ്മളോട് പറയാൻ നല്ല വാക്കുകളായിരിക്കണം നിങ്ങൾ ഉച്ചരിക്കേണ്ടത്. അൽ കലിമത്തു ത്വയ്യിബ സ്വദഖ. നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരുപാട് പ്രയാസമുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരുപക്ഷെ നമുക്ക് അയാൾക്ക് പറയുന്ന പണം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് നല്ല വാക്ക് പറയൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും സമാധാനം നൽകും. നമ്മൾ കാരണം ആ വ്യക്തിക്കും സമാധാനം കിട്ടും. ആ സമാധാനം അല്ലാഹു തആല പരലോകത്ത് നമ്മളോട് ഒരു പ്രയാസത്തെ ദൂരീകരിച്ചു തരും. അതുകൊണ്ട് കലിമത്തു ത്വയ്യിബി സ്വദഖ, നല്ല വാക്ക് പോലും നമുക്ക് ഒരു സ്വദഖയാണ് എന്നുള്ളതാണ്. അത് പ്രയാസമുള്ളവർക്ക് അതൊരു തണലായി മാറാൻ, അപ്പോൾ അത് പല പിണക്കങ്ങളെയും ഇണക്കത്തിലേക്ക് കൊണ്ടുവരാൻ കലിമത്തു ത്വയ്യിബിന് കഴിയും. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച്, അവൻ്റെ ഖജനാവ് വിശാലമാണ്. ഏത് വലിയ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പ്രതിരോധങ്ങളെയും ഇല്ലാതാക്കി തരാൻ, നിഷ്പ്രഭമാക്കി തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് നമ്മളെ ചീറ്റ് ചെയ്തവരെയും വഞ്ചിച്ചവരെയും ചതിച്ചവരെയും അള്ളാഹുവിൻ്റെ കോടതിയിൽ കൊണ്ടു നിർത്തുന്ന ഒരു ലോകമുണ്ടാവും. അവിടെ നമുക്കുള്ള നീതി നടപ്പാക്കപ്പെടുന്ന ലോകമുണ്ട്. ഒരുപക്ഷെ അവരെ ദുനിയാവിലെ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരാൻ കഴിവുള്ളവരും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഈമാൻ വിട്ടിട്ട് ഒരു കുറുക്ക് വഴിയിലേക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. മഅസിയത്തിൻ്റെ പാത നമുക്ക് ശരിയല്ല. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഷോർട്ട് വഴികൾ നമ്മൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കടന്നു വന്നാൽ അത് പരാജയങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ എളുപ്പം കിട്ടാവുന്ന ബാങ്ക് പലിശകളിലേക്ക് പോയി പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്താം. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മൾ എത്തിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി ഏറ്റവും വലിയ സമാധാനമാകുന്ന അവൻ്റെ സ്വർഗത്തിലേക്ക് സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സ്വാഗതം ചെയ്യുന്ന ആ സ്വർഗത്തിലേക്ക് തന്നെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ രണ്ടാമത്തെ ഖുത്ബയിൽ ഒരു ചെറിയൊരു കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകാൻ, ഇപ്പോൾ ദിക്ർ ഞാൻ പറഞ്ഞു, ദുആ ഞാൻ പറഞ്ഞു, എളുപ്പം ഉത്തരം കിട്ടാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാവുന്ന ചെറിയൊരു ടിപ്സ് അള്ളാൻ്റെ മുച്ചനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊക്കെ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് എണീക്കും, ചിലപ്പോൾ വെള്ളം കുടിച്ചിട്ട് വീണ്ടും കിടക്കും. ആ സമയത്ത് വുദു ആവശ്യമില്ല, ശുദ്ധി ആവശ്യമില്ല, എണീക്കേണ്ട ആവശ്യമില്ല. ആ കിടന്ന കിടപ്പിൽ ഒരു ദിക്ർ, നമുക്കൊരുപാട് ശ്രേഷ്ഠത കിട്ടുന്നൊരു ദിക്റുണ്ട്. ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നൊരു സമയമുണ്ട്. മാമിൻ അബദിൻ യതആറ മിനൽ ലൈൽ, ഉറക്കിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് എണീറ്റാൽ ഫയഖൂൽ, അവൻ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയാവുന്ന ദിക്റാണ്. എൻ്റെ കൂടെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നമുക്കറിയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വന്നു, എന്നിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയും ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹിനോട് പറയാൻ അല്ലാഹുമ്മ അഗ്ഫിർലി എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളുടെ പാപം പൊറുത്തു തന്നിരിക്കും. ഔ യജോ, അതല്ല നമ്മൾ ഈ ദിക്ർ ചൊല്ലി പ്രാർത്ഥിക്കുകയാണോ, ഫയുസ്തജാബു ലഹു, അവൻ ഉത്തരം അല്ലാഹ് തന്നിരിക്കുമെന്നുള്ളതാണ്. വളരെ സിമ്പിളല്ലേ? ഉറക്കം എണീറ്റാൽ ഈ ദിക്ർ ചൊല്ലുക, നമുക്ക് എന്താണോ പ്രയാസം അള്ളാഹിനോട് പറയാ, അള്ളാഹു ഉത്തരം തന്നിരിക്കും. ഇനി അതല്ല, ഫൈൻ ഖാമ വസല്ല, എണീറ്റ് ഒരാൾ നിസ്കരിച്ച് ഒതുകൊടുത്ത് നിസ്കരിച്ചാൽ ഉബിലത് സ്വലാത്തു, ആ നിസ്കാരം പോലും അള്ളാഹ് ആ സ്പോട്ടിൽ കബൂൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ ഉറക്കത്തിൻ്റെ ഇടയിൽ എണീറ്റാൽ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രാർത്ഥന, ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഖുത്ബയുടെ റെക്കോർഡ് കിട്ടുമ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കുക. ഹദീസുകൾ സെർച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ അറിയിക്കുക, രാത്രിയുടെ അവസാനം മൂന്നിലൊന്നില്ലേ, യൻസിൽ റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയ, അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. സുബഹിൻ്റെ മുമ്പുള്ള സമയം അള്ളാഹ് ഇറങ്ങി വരും. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകുക. ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ, ഞാൻ അവന് പൊറിച്ചു കൊടുക്കുക. ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ ഇജാബത്ത് കൊടുക്കാം. അള്ളാഹു അടിമകളിലേക്ക് ഇറങ്ങി വരുന്നൊരു സമയം. ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്ത പടച്ചവനിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് ചെയ്യാനുള്ള അധ്വാനം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സമാധാനം നൽകും. പ്രതിസന്ധികളിൽ അള്ളാഹുവിൻ്റെ കരങ്ങളുണ്ടാവും. അള്ളാഹു തആല പരലോക വിജയികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ.